എന്തൊരു ഗതികേടല്ലേ. 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സർക്കാർ കയറിയിട്ട് സാധാരണക്കാരൻ്റെ ജീവിതം എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. RCC സെൻറ്ററിൽ പോയേക്ക് റേഡിയേഷനുള്ള മരുന്നില്ല, 75,000 രൂപയുടെ മരുന്നില്ല, എന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോയിക്കോന്ന് അവിടുത്തെ ഡോക്ടർമാർ പറയുന്നത്. 10 ദിവസമായിട്ടില്ല എന്നർത്ഥം ഈ ഒരു സർക്കാർ കയറിയിട്ട് ഈ ഒരു മാറ്റങ്ങൾ. പുതിയൊരു ബ്ലോക്ക് അവിടെ പിണറായി സർക്കാർ 250 ആളുകൾക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ ഈ സർക്കാർ കയറി 10 ദിവസം 15 ദിവസം ആണില്ല, അപ്പോഴേക്കിനാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഒന്ന് നോക്കണം. ഈ ഗതിയിലാണെങ്കിൽ ഈ 5 വർഷം സാധാരണക്കാരന് ഒരു പറയണത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാനാണെങ്കിൽ എന്തിനാ ഗവൺമെൻറ്റിക്ക് സാധാരണക്കാരന്? ഇനി കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾക്ക് കുറച്ചൊരു 5 കൊല്ലം അത്യാവശ്യം സാമ്പത്തികം ഉണ്ടാക്കാം. അതുപോലെ തന്നെ അതിനെ പോയി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും ഉണ്ടാക്കാം. കാരണം പിന്നെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു സാമ്പത്തികം കിട്ടും. ഇതന്നെ നടക്കുന്നത്. ഇതൊന്നും നടന്നിരുന്നില്ല ഇടതുപക്ഷം ഉണ്ടായിരുന്ന ടൈമിൽ. അന്ന് നിങ്ങൾക്ക് ഇടതുപക്ഷം അഹങ്കാരികളായ ഒരു മുഖ്യമന്ത്രി എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് നമുക്കതിൽ പറയാനുള്ളത്. അനുഭവിക്കുക. ഈ 5 വർഷം ഭരണം കൊടുത്തത് ഈ ജനങ്ങൾ തന്നെയല്ലേ. കോർപ്പറേറ്റുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സാധാരണക്കാരായപ്പോൾ ഈ ഒരു ചേച്ചിയുടെ വീഡിയോ ഞാൻ വിട്ടുതരാം, കണ്ടുനോക്കി. സങ്കടം വരും. ഒരു ജീവൻ നിലനിർത്താനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എന്തായാലും അനുഭവിക്കുക. എന്താണ് ഇടതുപക്ഷം വലതുപക്ഷം തമ്മിലുള്ള കോർപ്പറേറ്റുകൾക്ക് വികസനം നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ് UDF. അത് നിങ്ങൾ തനിയെ അപ്പോൾ വഴിയെ കാണാൻ സാധാരണക്കാരന് ഒരു നിർഗതി ഉണ്ടാവില്ല. അതെന്നെ പറയാനുള്ളത്. ഒക്കെ വീഡിയോ ഒന്ന് കണ്ടു. RCCയിൽ മരുന്ന് പ്രതിസന്ധി. തൈറോയ്ഡ് ക്യാൻസറിന് റേഡിയേഷനുള്ള മരുന്നില്ല. 75,000 രൂപ വിലയുള്ള മരുന്നാണ് RCCയിൽ ഇല്ലാത്തത്. കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഇല്ലെന്ന് പറഞ്ഞ് രോഗിയെ മടക്കി അയച്ചുവെന്നും പരാതി. കിംസ് അടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. നിലവിൽ ഇനി ഇത് കരിച്ചു കളയണമെന്ന് ഡോക്ടർ പറയണം, അല്ലെങ്കിൽ വീണ്ടും വരും. അപ്പം അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കാൻ നിവൃത്തിയില്ല. ആ കെട്ടിടമൊക്കെ പൊളിച്ചിട്ടേക്കാണ്. അത് ബില്ലിങ് വന്നാലേ ഇനി അവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് ചെയ്യണമെങ്കിൽ 75 ഡോക്ടർ ഉദ്ദേശം. മരുന്നൊഴിച്ചാണ് കഴിക്കുന്നത്. അവിടെ ഇല്ല. അത്രയും മരുന്ന് തരാൻ അവിടെ ഇല്ല. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാനായിട്ട് അവർ കൊടുക്കുകയില്ലേ. അത് ചെയ്യാൻ കരിച്ചു കളയാനുള്ള മരുന്ന് തന്നെ ഇല്ല. അതിന് പ്രൈവറ്റിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഉടനെ പ്രൈവറ്റിൽ പോകാനുള്ള നിവൃത്തിയില്ല. അവർ കിംസും വേറെ പ്രൈവറ്റ് ആശുപത്രിയാണ് പറയണത്. പ്രൈവറ്റിൽ പോകണമെങ്കിൽ 1 ലക്ഷം രൂപ കൂടുതലാവും എന്നാണ് പറയുന്നത്. വിവരങ്ങളുമായി അരുൺ സോളമൻ ചേരുകയാണ്. അരുൺ, കിംസിലേക്ക് പോകൂ എന്ന് പറയാൻ വേണ്ടി, റഫറൻസ് നൽകാൻ വേണ്ടിയിട്ടല്ലോ RCC തുറന്നു വെച്ചിരിക്കുന്നത്. ഇതെന്നാണ് ഈ അസുഖം ഉള്ള വ്യക്തി ആശുപത്രിയിലേക്ക് എത്തിയത്? ഏത് ഡോക്ടറാണ് ഈ നിർദ്ദേശം നൽകിയത്? മാധു, ഒരാഴ്ച മുൻപാണ് തിരുവനന്തപുരം സ്വദേശി RCCയിൽ എത്തുന്നത്. നേരത്തെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വീക്കമുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ആദ്യം എത്തിയത്. അവിടെ സർജറി ചെയ്ത് ഈ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്തിരുന്നു. പിന്നീട് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്നാണ് RCCയിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് ഇത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും ഇതിന് വിശദമായിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പി നടത്തിയേ മതിയാകൂ. ഇതിനുള്ള മരുന്ന് 75,000 രൂപയാണ് വിപണിയിലുള്ളത്. പക്ഷേ അത് RCCയിൽ ഇല്ല എന്നുള്ളതാണ് ഈ രോഗിയോട് ഡോക്ടർ പറഞ്ഞത്. ഇതിന് ശേഷം ഇതിനെ കിടത്തി ചികിത്സിക്കാനുള്ള സംവിധാനവും നിലവിൽ RCCയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ കിംസ് അടക്കമുള്ള സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടണം എന്നുള്ള നിർദ്ദേശം ഈ ഒരു രോഗിയോട് പറയുകയായിരുന്നു. പക്ഷെ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. നിലവിൽ അവർ ഇപ്പോഴും വീട്ടിൽ വിശ്രമിക്കുകയാണ്. കാരണം ഇതിനുള്ള പണം കണ്ടെത്താനായിട്ട് അവർക്ക് ഇതുവരെയും സാധിച്ചില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത്. ആ ബ്ലോക്കിൽ തന്നെ 250 പേരെ കിടത്തി ചികിത്സിക്കാൻ സംവിധാനമുള്ള അയഡിൻ തെറാപ്പി വാർഡ് അടക്കമുള്ള സംവിധാനങ്ങളാണ് ഈ 13 നിലയുള്ള ഈ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. 242 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ആ കെട്ടിടത്തിൽ പോലും ഇപ്പോൾ രോഗിയെ കിടത്തി ചികിത്സിക്കാൻ സംവിധാനമില്ല എന്ന് പറയുമ്പോൾ ദിവസേന 1000-ഓളം വരുന്ന ക്യാൻസർ രോഗികളാണ് അവിടെ എത്തുന്നു എന്നുള്ളതാണ് RCC ഡയറക്ടർ പങ്കുവെക്കുന്നത്. അപ്പോഴും RCCയിൽ മരുന്ന് പ്രതിസന്ധി തുടരുകയാണ്. കാരണം 100 ml മരുന്നിനാണ് 75,000 രൂപ വില വരുന്നത്. ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഈ 100 ml മരുന്നെന്ന് പറയുന്നത് ഒരു തുള്ളി മരുന്നാണ്. ആ മരുന്നൊഴിച്ച് ഇത് റേഡിയേഷൻ ചെയ്യാനുള്ള ഒരു
ഒരു മരുന്നാണ്. പക്ഷേ ആ മരുന്ന് ഇപ്പോൾ RCC ഇല്ല എന്ന് പറഞ്ഞ് രോഗിയെ മടക്കി അയച്ചിരിക്കുന്നതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഡയറക്ടറുമായി ബന്ധപ്പെട്ട പോലും അവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രസ്താവനയ്ക്കോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായി മാറിയിരിക്കുന്നത്. എന്തായാലും രോഗി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ബന്ധപ്പെട്ടുള്ള മരുന്നില്ല എന്നുള്ളത് രോഗിയോട് പറയുകയും കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമില്ല, നിങ്ങൾ സ്വകാര്യ ആശുപത്രിയെ സമീപിക്കൂ എന്ന നിർദ്ദേശം നൽകി മരുന്ന് ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നുള്ള വിവരമാണ് RCCയിൽ നിന്ന് വരുന്നത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.